അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പനീർ ബട്ടർ മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്ക് 200 ഗ്രാം ക്യൂബാക്കിയ പനീർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നത് വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പനീർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വലിയ സവാള ചെറുതായിട്ട് നീളത്തിന് അരിഞ്ഞെടുത്തതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വലിയ 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിഡ് അടച്ചു വെച്ച് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ തക്കാളിയും ഉള്ളിയും നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നീളത്തിന് അരിഞ്ഞെടുത്ത 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും കൂടി വഴറ്റി അരച്ചെടുത്ത പേസ്റ്റാണിത്. ഇനി ഇതിലേക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി തന്നെ 2 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇനി ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 15 കാഷ്യൂനട്ട് കുതിർത്തിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലിഡ് ക്ലോസ് ചെയ്ത് വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം. കറിയുടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ ഇല ഉണക്കിയെടുത്തതിനെയാണ് കസൂരി മേത്തി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലിഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കറി സെർവ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് കുറുകിയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്